ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജാനകി ജീമയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ഷെയർ ചെയ്യുകയും വേണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കൂട്ടുകാരെ ആണോ? നമുക്ക് കഥ ആരംഭിക്കാം. ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം കഥ. ഒരു ദിവസം ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ വില്ലേജ് ആണെങ്കിൽ ഒരു നല്ലൊരു വില്ലേജാണ്. അവൾ രാമു എന്നുള്ള പേരുള്ള ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൾ സത്യസന്ധം മാത്രമേ പറയുള്ളൂ, ദുഷ്ടനൊന്നും അല്ലായിരുന്നു. നല്ല ഒരു മരം വെട്ടുകാരനാണ് ഉണ്ടായിരുന്നു. അപ്പം നടന്നു പോയപ്പോ ഒരു മരം കണ്ടു. അയാളുടെ കയ്യിൽ എന്താ ഉണ്ടാകുന്നതൊക്കെ അറിയോ? ഒന്ന് പറഞ്ഞേ. എന്താ 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 പറയൂ നിങ്ങള്? പറയൂ. എങ്ങനെന്താ? കോടാലി. വാ, നിങ്ങൾ പറഞ്ഞല്ലോ കൂട്ടുകാരെ, അത് തന്നെ കോടാലിയാണ് അതിന്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ ഒരു മരം കണ്ടു. അപ്പൊ രാമു വിചാരിച്ചു, എനിക്ക് ഇതും വെച്ച് കുറെ മരങ്ങളൊക്കെ മുറിച്ച് ഈ കോടി സന്തായിട്ട് ഈ ബൈക്കൊക്കെ വാങ്ങിച്ച് പുതിയ വീടൊക്കെ വാങ്ങിച്ച് പുതിയ കാശൊക്കെ വെച്ചിട്ട് ചെയ്യുന്നു. എന്തു അപ്പൊ ആ ജമ്മിങ്ങുന്ന മരം ജമ്മിങ്ങെന്ന് പറഞ്ഞ അത് നടന്ന് പോയി അവിടത്തെ എത്തി. അപ്പൊ കോടാലി ഇങ്ങനെ വെട്ടു വന്നു. അപ്പൊ പുരി കണ്ടു. അപ്പൊ പുരിയിലോട്ട് അത് പോയി. അപ്പൊ ഒരു ജലദേവത അവന് പുറത്തുനിന്ന് ചാടി വന്നു. അപ്പൊ ആ ജലദേവത ആ രാമുവത്ത് ചോദിച്ചു, എന്താ നീ വിഷമിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ആ രാമു പറഞ്ഞു, എൻ്റെ പാവം കോടാലി വെള്ളത്തിന്റെ അടിയിൽ കാഞ്ഞു പോയി. അപ്പൊ ആ ജലദേവത പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ജലദേവത വെള്ളത്തിന്റെ അടിയിലോട്ട് മുങ്ങിപ്പോയി. എന്നിട്ട് കോടാലി സിൽവർ കളറുള്ളൊരു കോടാലി എടുത്തോണ്ട് വന്നു. അപ്പൊ ഇതാണ് അപ്പൊ ആ ദുഷ്ടദേവത ചോദിച്ചു. അപ്പൊ അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും കടലിന്റെ അടിയിലോട്ട് പോയി. അപ്പൊ വേറൊരു കോടാലി എടുത്തോണ്ട് വന്നു. അപ്പൊ കോടാലി നല്ലൊരു ഗോൾഡൻ കളറുള്ള ഒരു കോടാലി. അപ്പൊ ഇതും വീണ്ടും ചോദിച്ചു. അപ്പൊ വീണ്ടും ചോദിച്ച ജലദേവത, ഇതാണോ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. ആണ് ജലദേവത. അല്ല ജലദേവത. വീണ്ടും അടിയിലോട്ട് പോയി. അപ്പൊ നല്ലൊരു കോണം കളറുള്ള ഒരു ശിവന്. അപ്പൊ അതും ആണോന്ന് ചോദിച്ചു. ആണ് അല്ല എന്ന് പറഞ്ഞു. വീണ്ടും മുങ്ങി. വീണ്ടും ഇതാ ചോദിച്ചു, ഇതാണോ എന്ന് ചോദിച്ചു. അല്ല ആണെന്ന് പറയിച്ചു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? നല്ല കുട്ടികളായിരിക്കണം നിങ്ങൾ, വിശ്വതവും കൂടി ആയിരിക്കണം, സത്യസന്ധം മാത്രമേ ആയിരിക്കണം. ഇതാണ് നമ്മുടെ കഥ. ബൈ കൂട്ടുകാരെ. ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയിലോട്ട്.